നീ എന്തായി കാണിക്കുന്നത്? നീ എന്തൊക്കെയാ ഈ വീട് കാണിച്ചു കൊടുക്കുന്നത്? നിനക്ക് തരാടി എന്റെ വീട്. പറഞ്ഞാ മനസ്സിലാവില്ലേ? കത്തി ഇങ്ങ് തരാൻ. കൊല്ലും ഞാനിവിടെ, എന്നിട്ട് ആനന്ദിനെ കൊല്ലും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ കവിത? അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു. ആനന്ദ് ഇവിടെ ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. പിടിക്കണം, നിനക്ക് ഭ്രാന്ത് തന്നെ പിടിക്കണം. ഈ കുടുംബത്തെ മുഴുവൻ ഇറക്കി വിട്ടിട്ട് ഈ വീട് സ്വന്തമാക്കാൻ നോക്കിയാണല്ലോ നീ. സ്വന്തം വീട് പോയപ്പോ നിനക്ക് നൊന്തു അല്ലേ? എടീ, തരില്ലടി. ഒരു കാലത്തും നിനക്ക് ഇനി ആ വീട് വിട്ടു തരില്ല. വേണ്ട, വേണ്ടടി. നീയും നിന്റെ കാമുകനും കൂടി അവിടെ പോയി താമസിച്ചോ. അവനാ ഇതിനൊക്കെ കാരണം. ആനന്ദ്, ആനന്ദു സൂക്ഷിച്ചോ. അവനും ഇവളും കൂടി എന്റെ വീട് തട്ടിയെടുത്തതുപോലെ ഈ വീടും തട്ടിയെടുക്കും. അതുറപ്പാ. ഓടി. കുറച്ചു ദിവസമായി ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാ. അത് പറയാൻ വേണ്ടിയാ എല്ലാവരെയും വിളിപ്പിച്ചത്. എന്താ അമ്മേ? വേറെ എന്തും സഹിക്കാം, മക്കള് തമ്മിലുള്ള വഴക്ക് മാത്രം സഹിക്കില്ല എനിക്ക്. ഒപ്പം കവിതയെപ്പോലെ കാശിനു വേണ്ടി കൊല്ലാൻ നടക്കുന്ന മരുമക്കളും. മരുമക്കളെന്നൊന്നും പറയണ്ട, മരുമകൾ അത് മതി. ഇവള് കാശിന് വേണ്ടി കൊല്ലും, ഞാൻ കാശ് ദാനം ചെയ്യും. അതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കർണന്റെ ജന്മം എനിക്ക്. മൈഥിലി, സന്ദർഭം നോക്കാതെയുള്ള നിന്റെ ഈ വർത്തമാനം വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്നെ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. ഇന്നലെ വന്ന ഭിക്ഷക്കാരന് 10 രൂപ കൊടുത്തു ഞാൻ. ഒരു പുണ്യ പ്രവൃത്തിയല്ലേ അമ്മേ അത്? ഇനി നീ മിണ്ടരുത്. അമ്മ സംസാരിച്ച് കഴിയുന്നവരെ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. അമ്മ എന്താ പറയാൻ വന്നത്? അത് പറ. ഇനി ആരും സ്വത്തിനോ പണത്തിനോ വേണ്ടി വഴക്ക് കൂടേണ്ടി വരരുത്. ഈ അഴകത്ത് വീടും പറമ്പും സ്വത്തുക്കളും ബിസിനസ് സ്ഥാപനങ്ങളുമെല്ലാം ഭാഗം വയ്ക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും അവരവരുടെ ഷെയറുകൾ നോക്കി നടത്താം. അല്ല, എന്താമേ ഇത്ര പെട്ടെന്ന്? എപ്പോഴായാലും വേണ്ടതല്ലേ. ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. ഉണ്ണിയാമ്മ എന്തു പറയുന്നു? എന്നോട് ആലോചിച്ചിട്ടാ സുമംഗല എല്ലാ തീരുമാനവും എടുത്തത്. നല്ല കാര്യം തന്നെയാന്ന് ഞാനും പറഞ്ഞു. എല്ലാവർക്കും കുറച്ച് ഉത്തരവാദിത്വം കൂടി വരും. വീട് മൂത്തയാൾക്കായിരിക്കുമല്ലോ അല്ലേ? എന്താ വേണ്ടേ? ഇളയാൾക്ക് വീട് കൊടുക്കുന്നതാ നാട്ടുനടപ്പ്. എന്ത് വേണമെന്ന് നിങ്ങളാരും തീരുമാനിക്കണ്ട. അതിന് ഞാനും ഉണ്ണിയേട്ടനുമുണ്ട്. ബാലമണി, നിനക്കൊന്നും പറയാനില്ലേ? നീയും ഈ വീട്ടിലെ കുട്ടിയാ. ഈ മോശപ്പെട്ട അച്ഛന്റെ പേരിൽ 1 രൂപയോ 1 തുണ്ട് ഭൂമിയോ പോലും എനിക്ക് വേണ്ട.
അരവിന്ദ, നീ എന്തു പറയുന്നു? ഭാഗം ചെയ്തോളൂ. പക്ഷേ ഈ വീട് അമ്മയുടെ പേർക്ക് വെക്കണം. അപ്പോ എല്ലാവർക്കും ഇവിടെ താമസിക്കാമല്ലോ. അമ്മേ, എനിക്കും അത് തന്നെ അഭിപ്രായം. എല്ലാവരും തീരുമാനിക്കുന്നതാ ഫൈനൽ. ഞാൻ എതിർക്കില്ല. ശരി, അപ്പൊ അടുത്ത തിങ്കളാഴ്ച വക്കീല് വരും, നക്കൽ വായിക്കും. അമ്മ ഇതെല്ലാം കൂടി എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഇത് കല്യാണപ്പുടവയാ, പിന്നെ ആഭരണങ്ങളും. ഇതെല്ലാം ഇട്ടോണ്ട് വേണ്ടേ നാളെ ഇവിടുന്ന് ഇറങ്ങാൻ? എന്തിന്? ആര് പറഞ്ഞു ഇതൊക്കെ വാങ്ങാൻ? സ്വർണം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ ഗീതമ്മേ? പിന്നെ ഈ പട്ടല്ലേ, അത് പുതിയത് തന്നെ വേണ്ടേ? കാർത്തി മേടിച്ചോണ്ട് വന്നതാ. ഇതൊക്കെ എന്താവശ്യത്തിനാ? ഏതെങ്കിലും ഒരു സാരി ഉടുത്തോണ്ട് ഇറങ്ങി നിന്നാ പോരെ? എനിക്കിത് കല്യാണമായിട്ടൊന്നും തോന്നുന്നില്ല. ജോത്സ്യത്തിലൊക്കെ വിശ്വസിച്ചു പോയി, അതുകൊണ്ട് പറ്റുന്ന അബദ്ധം ഇതൊക്കെ. എന്നാലും ഒരു മംഗളകർമ്മം നടക്കുകയല്ലേ, ഒരു പട്ടുടുക്കുന്നതില് തെറ്റൊന്നുമില്ല. ഉടുക്കല്ല, പൊതപ്പിക്ക്. എല്ലാവരും കൂടി എന്നെ കൊന്നിട്ട് ആ ശവത്തിൽ പൊതപ്പിക്ക് ഈ പട്ട്. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അരവിന്ദേട്ടാ, ഭാഗം വെക്കുമ്പോ അമ്മ 6 ഭാഗം വെക്കും. അതായത് മക്കള് 3 പേർക്ക്, പിന്നെ ഒരു ഷെയർ അത് ബാലാമണിക്കായിരിക്കും. അപ്പൊ 4 ആയില്ലേ? പിന്നെ ഉണ്ണിയമ്മയ്ക്കൊന്ന്, അമ്മയ്ക്കൊന്ന്, അങ്ങനെ മൊത്തം 6. അങ്ങനെ ആയിരിക്കില്ല. അമ്മയ്ക്കും ഉണ്ണിയാമ്മയ്ക്കും കൂടെ ഒറ്റ വീതമായിരിക്കും, 5 ആയിട്ട് വീതിക്കും. അഥവാ 6 ആക്കണമെന്ന് പറഞ്ഞാലും ഉണ്ണിയാമ്മ സമ്മതിക്കില്ല. ചിലപ്പോ വീതം വാങ്ങിച്ചിട്ട് അതും കൂടി ബാലാമണിക്ക് കൊടുക്കുമായിരിക്കും. ഏയ്, ഉണ്ണിയാമ്മയുടെ സ്വത്തൊന്നും അവള് വാങ്ങിക്കില്ല. ഏതൊക്കെ ഭൂമി കിട്ടുമെന്നുള്ളതാ ഇപ്പൊ എന്റെ സംശയം. നീ ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ മൈഥിലി. അമ്മ എല്ലാവർക്കും തൃപ്തിയാവുന്ന രീതിയിലെ കാര്യങ്ങൾ ചെയ്യൂ. നാളെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താലി കെട്ടാൻ സമ്മതിക്കുമോ എന്തോ. എന്തുപറ്റി? വല്ല കുഴപ്പമുണ്ടായോ? കുഴപ്പമേ ഉള്ളൂ. ചേച്ചി അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. പുടവ വാങ്ങിച്ചതൊന്നും നാളെ ഉടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ അധിക്ഷേപിക്കാൻ വേണ്ടി വല്ല ചുരിദാറും ഇട്ടുകൊണ്ട് ഇറങ്ങുമെന്നാ എന്റെ പേടി. അഭി, എന്റെ ചങ്കില് പഞ്ഞു വെച്ച കത്തും. അതുപോലത്തെ ടെൻഷനില്ല ഞാൻ. ആ സമയത്ത് നീ ഇതുപോലെ പുച്ഛിക്കരുത്. ഞാൻ പറയുന്നത് കാർത്തിക്കൊന്ന് കേൾക്ക്. ആഭരണങ്ങൾ ഇടില്ല, പുതിയ പട്ടുടുക്കില്ല, പഴയ ഏതെങ്കിലും സാരി മതിയെന്ന് പറയുന്നു. പട്ടു വേണമെങ്കിൽ മരിച്ചു കഴിയുമ്പോ പുതപ്പിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കാൻ. എന്റെ ഈശ്വര, നാണം കെടുത്തുവോ? നാണോ അഭിമാനോ ഒക്കെ മാറ്റി വെച്ചിട്ട് താലി കെട്ടിക്കാൻ പോയാ മതി. എന്തും സംഭവിക്കാം. ഞാൻ ഏതായാലും വരില്ല. അഭി വരാതിരുന്ന ശരിയാവൂ? എന്നാലേ ശരിയാവൂ. എന്റെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ താലി കെട്ടുന്നതിന് മുൻപ് അടി നടക്കും. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. ആഭരണങ്ങൾ ഇടാനും പട്ടുടുക്കാനും പറഞ്ഞ് കാലു പിടിക്കുക. അനിയനോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ അനുസരിച്ചു നിൽക്കും. സോണമ്മ, എന്റെ കൂടെ ഇപ്പൊ എന്റെ ഭർത്താവ് പോലും ഇല്ല. ഒറ്റപ്പെട്ട എനിക്ക് എന്റെ മനക്കരുത്തും
പിന്നെ സോളമന് മാത്രമേ കൂട്ടിനുള്ളൂ. അതേ ഉള്ളൂ എനിക്കിപ്പോ ബലം. കവിതയ്ക്ക് കൂട്ടി ഞാനുണ്ട്. എനിക്കോ? എനിക്കാരാ കൂട്ട്? ഞാൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ സോളമൻ എനിക്കൊപ്പം നിന്ന ഞാനുണ്ടാവും കൂട്ടിന് ജീവിതാന്ത്യം വരെ. എൻ്റെ മനസ്സിലുള്ളതുപോലെ കൂടെ ഉണ്ടാവുമോ? നഷ്ടപ്പെടാൻ മാനം പോലും ബാക്കിയില്ലാത്ത എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല. സോളമന്റെ കൂടെ ഞാനുണ്ടാവും, ഏതർത്ഥത്തിലും. അനന്തൂന് എന്ത് ചെയ്യും? അത് പിന്നീട് ആലോചിക്കേണ്ട കാര്യം. ഇപ്പോ എന്റെ വീട് എനിക്ക് തിരിച്ചു വേണം. ബാലാമണിയിൽ നിന്നും അതെനിക്ക് തിരിച്ചു പിടിക്കണം. അതിനെന്താ മാർഗം? അവളെ കൊന്നിട്ടായാലും ഞാനത് വാങ്ങിക്കും. കൊന്നതുകൊണ്ടൊന്നും തിരിച്ചെഴുതി കിട്ടില്ലല്ലോ. പേടിപ്പിക്കാം, കൊണ്ടുപോയി ഭയപ്പെടുത്താം. അത് നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ ഉള്ളത് പഴയ ബാലാമണി അല്ല. എന്ത് നേരിടാനുള്ള ആത്മവിശ്വാസം അവൾക്കുണ്ട്. തട്ടിക്കളയൊന്ന് പേടിപ്പിച്ചാ ഒന്ന് പേടിക്കും ആരായാലും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. തൽക്കാലം അഴകത്ത് പിടിച്ചു നിന്നേ പറ്റൂ എനിക്ക്. അതിന് അനന്തുവിന്റെ മുൻപിൽ ഞാൻ ഇനിയും അഭിനയിക്കണം, സ്നേഹമുള്ള ഭാര്യയായിട്ട്. അയാൾക്കിപ്പോ ബാലാമണിയോടാ കമ്പം. എന്നോടുള്ള അടുപ്പം കുറഞ്ഞ് അയാൾ ബാലാമണിയിലേക്ക് നീങ്ങുക. അങ്ങനെ അവളെ വീണ്ടും അനന്തുവിലേക്ക് വിടില്ല ഞാൻ. കവിത, സമാധാനമായിരിക്കേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഇപ്പൊ കല്യാണം കഴിഞ്ഞു കാണും. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കാതെ അമ്മയ്ക്ക് പൊയ്ക്കൂടായിരുന്നോ കല്യാണത്തിന്? സ്വന്തം മകളുടെ കല്യാണത്തിന് പോകാത്ത അമ്മമാരുണ്ടോ? നിനക്ക് എന്തറിയാം? പണ്ട് ഇതുപോലൊരു കല്യാണം ആഘോഷമായിട്ട് നടത്തിയതാ. ഗീതമ്മയുടെ ആദ്യത്തെ കല്യാണം 10-14 വർഷങ്ങൾക്ക് മുമ്പാ. താലികെട്ട് കഴിഞ്ഞ് കയറി വന്നപ്പോ അതൊന്നും പറയാതിരിക്കുക നല്ലത്. അന്ന് തീരുമാനിച്ചതാ ഇനി മക്കളുടെ കല്യാണം കൂടില്ലെന്ന്. കാർത്തി നിന്നെ കെട്ടിയപ്പോഴും ഞാൻ വന്നില്ലല്ലോ. അല്ല, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ 2ാം കെട്ട് കെട്ടിക്കേയില്ല. അപ്പോ ഗീതേച്ചി ഇത് 2ാമത് കെട്ടിക്കുന്നല്ലേ? അതിനെന്താ, കെട്ടുന്ന സഹദേവനും 2ാം കെട്ടല്ലേ? ഇതിലൊന്നും കാര്യമില്ലമ്മേ. കെട്ടിലല്ല കാര്യം, മനസ്സിലാ. മനസ്സ് നന്നായ കുടുംബജീവിതവും നന്നാവും. എന്നാ പിന്നെ ഒരു 4-5 പേരെ കെട്ടി ഉപേക്ഷിച്ചവനെ കെട്ടിയാ മതിയായിരുന്നല്ലോ നിനക്ക്. മനസ്സ് നന്നായാ പോരെ? മനസ്സ് മാത്രമല്ല, ശരീരവും നന്നാവണം, പരിശുദ്ധമാവണം. 21ാമത്തെ വയസ്സിലാ എന്റെ ഗീതമോളുടെ കല്യാണം കഴിഞ്ഞത്. ഭർത്താവ് എന്താണെന്ന് അറിയും മുമ്പേ അയാൾ മരിച്ചു. പിന്നെ ഇക്കാലം വരെ എന്റെ മോളുടെ ജീവിതം ഒരു തപസ് പോലെയാ. ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. ആണുങ്ങളെ കാണുന്നത് തന്നെ അവൾക്ക് ദേഷ്യമാ. നല്ല വ്യക്തികളെ കണ്ടാൽ ഇഷ്ടവും ബഹുമാനവും തോന്നാത്തത് ഒരു രോഗാവസ്ഥയാ. അതിനും ചികിത്സിക്കണം. എന്റെ മോക്ക് ഭ്രാന്താണെന്നാണോ നീ പറയുന്നേ? ഇന്നറിയാം, അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഏതായാലും അറിയാം. വധുവും വരനും ഒന്നിങ്ങോട്ട് വന്നോട്ടെ. എന്താടാ, എന്തു പറ്റി? എന്താ നിന്റെ മുഖം അല്ലാതെ? ഹേയ് ഉണ്ണിയമ്മേ,
ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ കർമ്മങ്ങൾ എഴുതപ്പെട്ടിട്ടില്ലേ? ആ ഉണ്ടാവുമെന്ന് പറയണു പുരാണങ്ങള്. ഈ കർമ്മബന്ധങ്ങളുടെ കെട്ടഴിയുന്നത് മരണത്തിലാണോ? അതെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ എല്ലാ കർമ്മബന്ധങ്ങളുടെയും കെട്ടഴിച്ച് പോയിട്ടുണ്ടാവൂലേ? ആ മോക്ഷം കിട്ടിയിട്ടുണ്ടാവും. ഇല്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു. അതാ ഈ വീടിന്റെ ദോഷം. അച്ഛന് ഞങ്ങൾ 3 പേരും ബലിയിടേണ്ടതാ, പക്ഷെ ചെയ്യാറില്ല. 3 പേരല്ല, 2 പേര്. ഒരാൾക്ക് രക്തബന്ധം ഇല്ല. ആർക്ക്? അത് ഉണ്ണിയമ്മയ്ക്കറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. ഇവിടെ ഒന്നും വെച്ചല്ല ആ കുട്ടിയെ ദത്തെടുത്ത് വളർത്തിയത്. സത്യത്തില് ദത്തെടുത്തതല്ല, ആരോ വളർത്താൻ മടിച്ചു കൊണ്ടുചെന്ന് ഏൽപ്പിച്ചതാ. ഉണ്ണിയമ്മ ചോദിച്ചില്ലേ അതാരാന്ന്? ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് ആ ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതോടെ നിർത്തി. കുറെ കഴിഞ്ഞപ്പോ എനിക്കും തോന്നി അതറിയണ്ടെന്ന്. എന്തിനാ വെറുതെ? സുമംഗല ജീവനെപ്പോലെ സ്നേഹിക്കുന്ന 3 മക്കള്, അതിലേതിനാ രക്തബന്ധം ഇല്ലാത്തെന്ന് അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? നേരാ, അതറിയേണ്ട കാര്യമില്ല. അറിഞ്ഞാ പിന്നെ അതാവും ഏറ്റവും വലിയ സങ്കടം. ഒരാൾക്കല്ല 3 പേർക്കും. ആ ഒരാള് പിന്നെ ഒറ്റപ്പെട്ട പോലെ ആയി പോവും അല്ലേ ഉണ്ണിയമ്മേ? സത്യം, പരമമായ സത്യം. അതുകൊണ്ട് തന്നെയാ സുമംഗല ആരോടും അത് പറയാത്തത്. നിങ്ങളുടെ അമ്മയുടെ മനസ്സിന്റെ പുണ്യം അതന്നെയാ. നമ്മുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നുല്ലേ? കല്യാണം കഴിഞ്ഞപ്പോ ഒരു ഐശ്വര്യമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? എനിക്കൊന്നും തോന്നുന്നില്ല. എന്റെ മനസ്സിന് വല്ലാത്ത ശാന്തത തോന്നുക. അതെന്താ അത്? അതെനിക്കറിയോ? എപ്പോഴെങ്കിലും മനസ്സിലായ ഒന്ന് പറഞ്ഞു തരുമോ? നമുക്കിന്ന് നിലാവത്തിറങ്ങിയെന്ന് പാടണം. ഞാൻ തിരക്കിടില്ലാതെ പാടും. കുറച്ചു നേരം തനിക്കൊന്ന് മിണ്ടാതിരിക്കാവോ? ശല്യം. പറ്റില്ല, ഞാൻ ഇന്ന് പാടും. ദാ പാലും പഴവും. പാല് പകുതി കുടിച്ചിട്ട് ചേട്ടന് കൊടുക്കണം. ചേട്ടൻ പഴം പകുതി മുറിച്ചിട്ട് ചേച്ചിക്ക് കൊടുക്കണം. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കളിയാക്കാണോടി നീ എന്നെ? ഒന്നിനെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. എന്താ എന്താ ഒരു ശബ്ദം കേട്ടത്? താണ്ഡവം. എന്താ മോനെ? എനിക്കറിയില്ലമ്മേ. ഗീതാമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. പാലും പാത്രമൊക്കെ തട്ടിത്തെറിപ്പിച്ചു. ഞാൻ പേടിച്ചു പോയി. അയ്യോ, എന്താ അമ്മേ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാള് സ്വത്ത് ഭാഗം വയ്ക്കുന്ന ഉടമ്പടിയുടെ നക്കൽ കൊണ്ടുവരും. അല്ല, ഇത്ര ധൃതിപ്പെട്ട് എന്തിനാ അമ്മേ? എല്ലാവരും ഓരോ വഴിക്ക് പിരിയാനാണോ? അല്ലടാ, ആരും ഇവിടുന്ന് പോകുന്നില്ല. ഈ വീട്ടിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഒരവകാശം വയ്ക്കുന്നില്ല. വീട് എല്ലാവരുടെയും പേരിലായിരിക്കും. എന്നുവെച്ചാൽ എന്റെ കാലശേഷമായാലും നിങ്ങൾക്ക് പല സ്ഥലത്ത് താമസിക്കേണ്ടി വരികയാണെങ്കിൽ എപ്പോഴെങ്കിലും അവകാശത്തോടെ ഒത്തുകൂടാൻ ഒരു സ്ഥലം, അത് നമ്മുടെ ഈ തറവാടായിരിക്കണം. അതൊക്കെ ശരിയാമ്മേ. പക്ഷേ ധൃതി പിടിച്ചൊരു പാർട്ടീഷൻ വേണമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ധൃതി പിടിച്ചല്ല, ശരിക്കും ആലോചിച്ചിട്ടാ. ആരും ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ല. നിങ്ങൾക്കുള്ള ഷെയറുകൾ മാറ്റിവെക്കുന്നു.
അപ്പോ ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് പണിയെടുക്കാം. അനന്തു കമ്പനികൾ നോക്കി നടത്തിയതിന്റെ ബാധ്യതയാണ് നമ്മളെ ജയിലിൽ വരെ കയറ്റിയത്. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഭൂമിയും ബിസിനസ്സുകളും ഒക്കെ ആവുമ്പോ അവനവന്റെ നഷ്ടവും ലാഭവും അവനവൻ തന്നെ സഹിച്ചാ മതി. നിങ്ങളൊക്കെ എന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി. ഇനി അമ്മ ഇതൊന്നും സൂക്ഷിക്കുന്നില്ല. അമ്മ അങ്ങനെ കൈയൊഴിയാനെന്ന് ഞാൻ സമ്മതിക്കില്ല. ഷെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും അമ്മയുടെ തണലിന് കീഴിൽ മതി ഞങ്ങൾ 3 മക്കളും. അതിന് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ലല്ലോ, സ്നേഹിക്കുന്നല്ലേ ഉള്ളൂ. ജയിലിലെ ജീവിതമാ അമ്മയ്ക്ക് കാശിനോടും സ്വത്തിനോടും ഒക്കെ വെറുപ്പുണ്ടാവാൻ കാരണം. ജീവിതത്തിൽ ഏറ്റവും വലുത് മനസമാധാനമാണ്. സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായിട്ട് കുറെ മനുഷ്യരെ കണ്ടു അവിടെ. മീന, ദാക്ഷായണി, എൽസി, അങ്ങനെ എത്രയോ പേര്. അതിലെടുത്തു പറയാവുന്നൊരു പേരുണ്ട്, അമ്മയുടെ ഉറക്കം കെടുത്തുന്ന ഒരു പേര്, ലീലാമ്മ. അതാരാ? അമ്മയുമായിട്ട്? ഞാനുമായിട്ടല്ല ബന്ധം. നീ അറിയും അവരെ. ആനന്ദ് അറിയും, അനന്തവും അറിയും. നിങ്ങൾ 3 പേരോടും അവൾ സംസാരിച്ചിട്ടുണ്ട്. ജയിലിൽ വന്നപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു, സംസാരിക്കുകയും ചെയ്തു. എന്താ അമ്മേ കാര്യം? ഒരിക്കലും നിങ്ങൾ അറിയണ്ടാത്ത കാര്യം.